നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ യുവമുഖങ്ങളായ നിരവധി നേതാക്കളെ പ്രചാരണത്തിനായി കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ രാജ്യത്തെ കരുത്തുറ്റ യുവ നേതാക്കളായ രാജസ്ഥാൻ മുൻ PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തുറ്റ നേതാവായ ദീപന്ദർ സിംഗ് ഹൂഡയും കോൺഗ്രസിന്റെ രാജ്യസഭാ MP-യും ദേശീയ ന്യൂനപക്ഷ ചെയർമാനുമായ ഇമ്രാൻ പ്രതാപ് ഖർഗെ, അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവ MLA ജിഗ്നേഷ് മെവാനി തുടങ്ങിയ നിരവധി നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇമ്രാൻ പ്രതാപ് ഖർഗെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കേരളത്തിലും ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും നിരവധി മഹാറാലികളാണ് ഇന്ത്യ സഖ്യത്തിനായി നയിച്ചത്. അതുപോലെ തന്നെ ദീപന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ഹരിയാനയിൽ ശക്തമായ പ്രചാരണത്തിനാണ് ഇന്ത്യ മുന്നണി. ഹരിയാനയിലെ ഏറ്റവും ജനസ്വാധീനമുള്ള യുവ നേതാക്കളിൽ ഒരാളായ ദീപന്ദർ സിംഗ് ഹൂഡയെ മുൻനിർത്തിയാണ് ഹരിയാനയിൽ ഇന്ത്യ സഖ്യം പ്രചാരണം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയ്ക്ക് പുറത്തും ദീപന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളായി നിരവധി മഹാറാലികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെത്തിയ ദീപന്ദർ സിംഗ് ഹൂഡയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. രാജസ്ഥാനിലെ ജയ്പൂർ റൂറൽ ലോക്സഭാ മണ്ഡലത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ അനിൽ ചോപ്രയുടെ തെരഞ്ഞെടുപ്പ് മഹാറാലിയിൽ പങ്കെടുക്കാനെത്തിയ ദീപന്ദർ സിംഗ് ഹൂഡയ്ക്ക് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഒരുക്കിയത്. സച്ചിൻ പൈലറ്റും ദീപന്ദർ സിംഗ് ഹൂഡയും അണിനിരന്ന മഹാറാലിയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് പ്രവർത്തകരാണ്. ഇതിൽ ഭൂരിപക്ഷവും യുവാക്കളായതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും. ഇമ്രാൻ പ്രതാപ് ഖർഗെ, ജിഗ്നേഷ് മെവാനി തുടങ്ങിയ നേതാക്കളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആസാമിൽ ഗൗരവ് ഗൊഗോയ്ക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ ജിഗ്നേഷ് മെവാനിയെയും ഇരുകൈയും നീട്ടിയാണ് ആസാം ജനത സ്വീകരിച്ചത്.